പാർട്ടി കോട്ടകളിലെ തിരിച്ചടി അതീവ ഗുരുതരമെന്ന് വിലയിരുത്തി CPM. കണ്ണൂരിലെയും കാസർകോട്ടെയും ഉറച്ച സീറ്റുകളിൽ പാർട്ടി കേഡർമാരുടെ വോട്ട് പോലും UDF-ലേക്ക് പോയി എന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രിയോടും ഭരണത്തോടുമുള്ള എതിർപ്പിനൊപ്പം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയുള്ള അമർഷവും തിരിച്ചടിയായിട്ടുണ്ട് എന്ന അഭിപ്രായമുണ്ട്. ഗോവിന്ദനെ മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച വരുത്തിയ സംസ്ഥാന സെക്രട്ടറിയെ മാറ്റണമെന്ന് CPI-യിലും ആവശ്യമുയരും. തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ നേരത്തെയും ഇടതുമുന്നണി പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള ആശങ്കയാണ് CPM നേതൃത്വത്തിന് ഇപ്പോഴുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് പരാജയം മാത്രമല്ല, പരാജയമുണ്ടായ ഇടങ്ങൾ കൂടിയാണ്, അവിടുത്തെ ആ തോൽവിയുടെ ആഘാതം കൂടിയാണ്. പ്രത്യേകിച്ച് കണ്ണൂരിലെയും കാസർകോട്ടെയും പാർട്ടി കോട്ടകൾ, തളിപ്പറമ്പും പയ്യന്നൂരുമൊക്കെ CPM പരാജയപ്പെടുന്നത് നേതൃത്വത്തിന്റെ വിദൂരമായ ആശങ്കകളിൽ പോലും ഇല്ലാതിരുന്ന ഒന്നാണ്. അതാണ് സംഭവിച്ചത്. വലിയ വോട്ടുകൾക്ക് പാർട്ടി വിമതർ ദിവസങ്ങൾക്ക് മുമ്പ് വരെ കണ്ണൂരിലെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന രണ്ടുപേർ പാർട്ടി വിട്ടുപോയി. അവിടെ വലിയ മാർജിനിൽ പാർട്ടി കോട്ടകൾ തകർത്ത് വിജയിച്ചു വരുന്നു. അതുപോലെ കാസർഗോഡ് തൃക്കരിപ്പൂറും ഉദുമയും പോലുള്ള എല്ലാ കൊടുങ്കാറ്റുകളിലും എതിർ കൊടുങ്കാറ്റുകളിലും പിടിച്ചു നിൽക്കുന്ന മണ്ഡലങ്ങൾ, ആലപ്പുഴയിൽ G. സുധാകരൻ എന്ന മുൻ സംസ്ഥാന സമിതി അംഗം പോയതിലൂടെ ഉണ്ടായ ആലപ്പുഴ ജില്ലയിലെ തന്നെ വലിയ തിരിച്ചടി, കൊല്ലം ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനമുണ്ടെന്ന് CPM അവകാശപ്പെടുന്ന കൊല്ലത്തെ വലിയ തിരിച്ചടി, ഇതൊക്കെയാകും ഒരുപക്ഷെ CPM-നെ ഏറ്റവും അധികം ചിന്തിപ്പിക്കാൻ പോകുന്ന ഒന്ന്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 6 റൌണ്ട് പിന്നിൽ പോകുന്നുവെന്ന് CPM ഒരു ഘട്ടത്തിലും പ്രതീക്ഷിച്ച ഒന്നല്ല. അവിടെ വിജയിച്ചെങ്കിൽ പോലും ആ വിജയത്തിന് തിളക്കം കുറയ്ക്കുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് അവിടെ ഉണ്ടായത്. എവിടെ നിന്നാണ് ഈ വോട്ടുകൾ പോയെന്ന ചോദ്യത്തിന് പ്രാഥമികമായി CPM നേതാക്കൾ കണ്ടെത്തുന്ന ഉത്തരം പാർട്ടി കോട്ടകളിൽ, പാർട്ടി കേഡർമാരിൽ നിന്ന്, പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളിൽ നിന്ന് തന്നെ വോട്ടുകൾ ചോർന്നുപോയി എന്ന യാഥാർത്ഥ്യം CPM-ന്റെ ചില നേതാക്കളെങ്കിലും ഉൾക്കൊള്ളുന്നുണ്ട്. നാളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും. അതിനുശേഷം സംസ്ഥാന സമിതിയും ചേരും. ആ യോഗങ്ങളിൽ ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ CPM തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ പതിവ് പോലെ ന്യൂനപക്ഷ ധ്രുവീകരണവും കോൺഗ്രസിന്റെ UDF-ന്റെ ന്യൂനപക്ഷ അജണ്ടയും ഒക്കെ വോട്ടായി മാറിയെന്ന പതിവ് വിലയിരുത്തലിലേക്ക് പോകുമോ? അതിനുള്ള സാധ്യത വിരളമെന്നാണ് മനസ്സിലാകുന്നത്. നേതാക്കളുടെയൊക്കെ പ്രതികരണം, നേരത്തെ CPM-ന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയായ കണ്ണൂരിലെ പ്രധാനി P. ജയരാജന്റെയൊക്കെ പ്രതികരണം, തിരുത്തലുകൾ, തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തണമെന്ന നിർദ്ദേശം, അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ. KK ശൈലജയുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വിവാദം, മട്ടന്നൂരിൽ പാർട്ടി വോട്ടുകൾ ചോർത്തിയെന്ന യാഥാർത്ഥ്യം കൂടി CPM-ന് മുന്നിലുണ്ട്. തിരുവനന്തപുരവും തൃശൂരും പാലക്കാടും പോലുള്ള ചില ജില്ലകൾ കൊണ്ടാണ് ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ CPM-ന് കഴിഞ്ഞത്. സംസ്ഥാന സെക്രട്ടറിയുടെ ഇടപെടലുകൾ ചോദ്യം ചെയ്യപ്പെടും. അദ്ദേഹത്തിന്റെ സ്ഥാനം തന്നെ ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെടും. MV ഗോവിന്ദൻ സെക്രട്ടറി സ്ഥാനത്ത് മാറണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ PK ശ്യാമളയ്ക്ക് സീറ്റ് നൽകിയത് വലിയ ചർച്ചയ്ക്കിടയാക്കിയിരുന്നു. അത് കണ്ണൂരിലെ തിരിച്ചടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയോടും സർക്കാരിനോടുമുള്ള അതിർത്തിക്ക് അപ്പുറത്തേക്ക് പാർട്ടി നേതാക്കളെ, പ്രവർത്തകരെ പാർട്ടിക്കെതിരാക്കിയതിൽ പ്രധാന കാരണങ്ങളിലൊന്ന് MV ഗോവിന്ദന്റെ ഭാര്യ കൂടിയായ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വമാണ്. അവരെ അവിടെ മന്ത്രിയാക്കാൻ വരെയുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നുവെന്ന വിമർശനം കീഴ്ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ CPM പരിശോധനയ്ക്ക് തയ്യാറാകും. സമാനതകളില്ലാത്ത തിരിച്ചടി എങ്ങനെ മറികടക്കുമെന്ന ചർച്ചകളാകും വരും ദിവസങ്ങൾ ഉണ്ടാകുക. അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആര് വരും? പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുമോ? അല്ലെങ്കിൽ KN ബാലഗോപാലിനെ പോലെയുള്ളവർക്ക് അവസരം നൽകുമോ? തീർത്തും ശുഷ്കമായ ഒരു പ്രതിപക്ഷ നിരയാകും ഇത്തവണ ഇടതുമുന്നണിക്ക് നിയമസഭയിൽ ഉണ്ടാകുക. അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? വലിയ അതിശക്തരായ പ്രതിപക്ഷ നിരയെ മറികടക്കാൻ, അവരെ പ്രതിരോധിക്കാൻ എങ്ങനെ ഭരണപക്ഷ നിരയെ മറികടക്കാൻ എങ്ങനെ ഈ പ്രതിപക്ഷത്തെ കൊണ്ട് കഴിയുമെന്ന ചോദ്യം ഇതിനകം തന്നെ ഉയർന്നു വരുന്നുണ്ട്. CPM-ൽ മാത്രമല്ല CPI-ലും വലിയ പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ കലാപ ആഹ്വാനങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നു. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന എക്സിക്യൂട്ടീവും ചേരുന്നുണ്ട്. ബിനോയ് വിശ്വത്തിന്റെ തീരുമാനങ്ങൾ പലതും പിഴച്ചുപോയി. പ്രത്യേക സ്ഥാനാർത്ഥി നിർണയം 5 മണ്ഡലങ്ങളിലെങ്കിലും അനായാസം ജയിക്കാവുന്ന മണ്ഡലങ്ങൾ കളഞ്ഞുകൊടുത്തത് സ്ഥാനാർത്ഥി നിർണയമാണ്. അടൂരും അതുപോലെ തന്നെ നാദാപുരവും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, പീരുമേട് അതിൽപ്പെട്ട മണ്ഡലമാണ്. അങ്ങനെ 5 മണ്ഡലങ്ങളിലെങ്കിലും അനായാസം. തൃശൂരിൽ എന്തുകൊണ്ട് സുനിൽകുമാറിനെ നേതാവിനെ പരിഗണിച്ചിരുന്ന ചോദ്യമുണ്ട്. GS ജയലാലിനെ ചാത്തന്നൂരിൽ ഇതോടെ കൂടെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ അവിടെ ജയിക്കാമെന്ന അഭിപ്രായമുണ്ട്. അവിടെ ഈ പാർട്ടിയുടെ നയങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ മാനദണ്ഡങ്ങൾ വിജയിക്കുകയും പാർട്ടി തോൽക്കുകയും ചെയ്ത സാഹചര്യമെന്ന പരിഹാസത്തോടെ പല നേതാക്കളും ഇപ്പോൾ തന്നെ സംസാരിക്കുന്നു. സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയർന്നു വരും. ബിനോയ് വിശ്വം മാറ്റാനുള്ള നീക്കവും ഒരുപക്ഷെ CPI-യുടെ നേതാക്കളുടെ ഭാഗത്തുണ്ടായാൽ അതിശയപ്പെടാനില്ല. അങ്ങനെ 2 പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതിന്റെ ചർച്ചകളിലേക്ക്, കാര്യകാരണങ്ങളിലേക്ക്, പരിശോധനകളിലേക്ക് അവർ കടക്കുകയാണ്. അതേസമയം നിയമസഭയിൽ ഇടതുമുന്നണി എത്തുമ്പോൾ അവിടെ മുന്നണിയും ദുർബലമാണ്. 11 പാർട്ടികളുടെ ഇടതുമുന്നണിയിൽ ആകെ ജയിച്ചത് CPM-ഉം CPI-യും അതുപോലെ പിന്നീട് RJD-യുടെ ഒറ്റ സീറ്റുമാണ്. അങ്ങനെ നിയമസഭയിലെയും ഇടതുമുന്നണിയുടെ പ്രാതിനിധ്യം പാർട്ടികളുടെ എണ്ണത്തിൽ പോലും ചുരുങ്ങുന്ന അത്യസാധാരണമായ സാഹചര്യത്തിലൂടെ, സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ്
ഇടതുമുന്നണി കടന്നുപോകുന്നത്. അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, പിഴവുകൾ തിരുത്താനുള്ള ചർച്ചകളാകും നാളെ മുതൽ ആരംഭിക്കുന്ന നേതൃയോഗങ്ങളിൽ നടക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.